എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, ഉണർവോടെ സുവിശേഷം ഘോഷിക്കാം. ഭാരതം ഉണരണം, യേശുവിൽ വളരണം, എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. ഈശോ കടന്നു പോകുമ്പോൾ ഒരു കുരുടൻ കൂകി വിളിച്ചതാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന്. അവന്റെ നിലവിളി കർത്താവ് കേട്ടു. ആരെങ്കിലും കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചാൽ, ഹൃദയം കൊടുത്ത് പ്രാർത്ഥിച്ചാൽ അവന്റെ നിലവിളി കർത്താവ് കേൾക്കും. കേൾക്കുക മാത്രമല്ല, യേശുവിനെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു, കരച്ചിലായിരുന്നു ബർത്തേമിയോസ് ചെയ്തത്. അവന്റെ കരച്ചിൽ കേട്ട് അവിടെ നിൽക്കുക മാത്രമല്ല, അവനെ വിളിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇതാ അവനെ ചെന്ന് പറഞ്ഞു, ഇതാ യേശു നിന്നെ വിളിക്കുന്നു എന്ന്. യേശു വിളിക്കുന്നത് കേട്ട മാത്രയിൽ അവൻ ചാടി എഴുന്നേൽക്കാണ്. അവൻ ചാടി എഴുന്നേറ്റ് ഒരു കാര്യം ചെയ്യുന്നു, അവന്റെ പുറംകുപ്പായം ദൂരെ എറിഞ്ഞു. നമ്മളൊരു സെക്കൻഡ് ഇവിടെ ചിന്തിക്കുകയാണ്, എന്താണ് അവന്റെ പുറംകുപ്പായം? നമ്മൾ കാണാറുണ്ട്, ഭിക്ഷാടകർ ഇരിക്കുന്ന സ്ഥലം കാണാറുണ്ട്. നീണ്ടൊരു വസ്ത്രം, അതിൻ്റെ മുൻവശത്ത് നമ്മൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ, ഭിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സ്വീകരിക്കുന്നതാണ്. അവൻ്റെ കളക്ഷൻ ബോക്സ് ആണ് അവൻ്റെ പുറംകുപ്പായം. അതിൻ്റെ നടുവിലാണ് അവൻ ഇരിക്കുന്നത്. അവൻ്റെ സിംഹാസനമാണ്, അവൻ്റെ കസേരയാണ് അവൻ്റെ പുറംകുപ്പായം. ഇനി ഉച്ചയായി കഴിഞ്ഞാലോ, സൂര്യൻ വന്നു കഴിഞ്ഞാൽ അവൻ ചുരുട്ടി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഭാഗം തലയിൽ ചൂടും. അവൻ്റെ മേൽക്കൂരയാണ് അവൻ്റെ പുറംകുപ്പായം. രാത്രിയായാലോ അത് നിവർത്തി അവൻ കിടക്കും. അവൻ്റെ കിടക്കയാണ് അവൻ്റെ പുറംകുപ്പായം. ഇനി ഏതെങ്കിലും കൊതുകോ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു ജീവികളോ കടന്നു വന്നാലോ അവൻ അതുകൊണ്ട് മൂടും. അവൻ്റെ പുതപ്പാണ്, കൊതുക് വലയാണ് അവൻ്റെ പുറംകുപ്പായം. ശ്രദ്ധിക്കുക, അവൻ്റെ കളക്ഷൻ ബോക്സ്, അവൻ്റെ ഇരിപ്പടം, അവൻ്റെ കിടക്ക, അവൻ്റെ പുതപ്പ്, അവൻ്റെ കൊതുകുവല എന്ന് പറഞ്ഞാൽ അവൻ്റെ സർവസ്വമായിരിക്കുന്ന ഈ പുറംകുപ്പായമാണ് അവൻ ദൂരെ വലിച്ചെറിയുന്നത്. അവൻ്റെ സർവസ്വമായിരിക്കുന്ന ഈ പുറംകുപ്പായം ദൂരെ വലിച്ചെറിഞ്ഞ് അവൻ യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് യേശു ചോദിക്കുന്നത്, മനോഹരമായിരിക്കുന്ന ചോദ്യം, മോനെ ബർത്തേമിയോസ്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? വഴിയറിയാത്തൊരു സ്ഥലത്ത്, അപരിചിതമായ സ്ഥലത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ഒരു സഹോദരൻ വന്ന് ചോദിച്ചാൽ ആ കേൾക്കുന്ന ആൾക്ക് എന്തൊരു സന്തോഷമാണ്. യേശു ചോദിക്കുകയാണ്, ബർത്തേമിയോസ്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ വിശ്വസിച്ചതുപോലെ നിന്നിൽ സംഭവിക്കട്ടെ. അടുത്ത വാക്യം, തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം പോലും മാറ്റിവെക്കുന്നില്ല. അവനോട് പറയുകയാണ്, നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്?
അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ച കിട്ടണം. യേശു പറഞ്ഞു, നീ വിശ്വസിച്ചതുപോലെ നിന്നിൽ സംഭവിക്കട്ടെ. തൽക്ഷണം അവന് കാഴ്ച ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബാഹ്യമായ വസ്തുക്കൾ കാണുവാൻ ബാഹ്യമായ കണ്ണുകൾ മാത്രമല്ല, ഹൃദയത്തിൻ്റെ അന്ധകാരം എടുത്തുമാറ്റി വ്യക്തികളെ വ്യക്തികളായി കാണുവാനും വസ്തുക്കളെ വസ്തുക്കളായി കാണാനായിട്ടുള്ള പ്രത്യേകമായ ഒരു ഉൾക്കാഴ്ചയാണ്, ഉൾദർശനമാണ് ആ കുരുടന് ദൈവമായ കർത്താവ് നൽകിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ വിവിധങ്ങളായ ധ്യാന മന്ദിരങ്ങളിൽ നിന്ന്, വിവിധങ്ങളായ രൂപതകളിൽ നിന്ന്, വിവിധങ്ങളായ ഇടവകളിൽ നിന്ന്, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ നിന്ന്, ആത്മീയ സംഘടനകളിൽ നിന്ന് ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഈ അകത്തളത്ത് ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ആദ്യമായി യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചതുപോലെ അല്ല നമ്മൾ വന്നിരിക്കുന്നത്. വിളി കേട്ട് വിളിയിൽ തിരഞ്ഞെടുത്ത് നമ്മെ ഉറപ്പിച്ചു നിർത്തി നമ്മെ സുസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട്, കിട്ടിയിരിക്കുന്ന വിളിയുടെ ആഴങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് നമ്മെ ഇന്നിവിടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയം ഇപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് പറയുകയാണ്, നാം പറയുന്ന ഓരോ വാക്കും യേശുവിൻ്റെതായിരിക്കണം. നാം നടക്കുന്ന ഓരോ വഴിയും യേശുവിൻ്റെതായിരിക്കണം. നാം പ്രകടിപ്പിക്കുന്ന ഓരോ സ്നേഹവും യേശുവിൻ്റെതായിരിക്കണം. നാം നടന്നു നീങ്ങുന്ന ജീവിക്കുന്ന ഓരോ ജീവിതവും യേശുവിൻ്റെതായിരിക്കണം. ശുശ്രൂഷകരും പ്രേക്ഷിതരും അഭിഷിക്തരും സന്യസ്തരുമായ നമ്മോടാണ് കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ ജാഗ്രത പുലർത്തുന്ന നമ്മോടാണ് പറഞ്ഞത്, നമ്മുടെ ഓരോ വാക്കും യേശുവിൻ്റേത്, നമ്മുടെ ഓരോ വഴിയും യേശുവിൻ്റേത്, നമ്മളുടെ ഓരോ സ്നേഹവും യേശുവിൻ്റേത്. അങ്ങനെ യേശുവായി തീരുമ്പോഴാണ് നമ്മളിലൂടെ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി, അഭിഷേകത്തിൻ്റെ സമൃദ്ധി, സൗഖ്യത്തിൻ്റെ സമൃദ്ധി നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ ദൈവത്തിൻ്റെ വിളി തിരഞ്ഞെടുത്താൽ, ആ വിളിക്ക് ഉത്തരം നൽകിയാൽ ദൈവം ചില ദൗത്യങ്ങൾ ഏൽപ്പിക്കുകയാണ്, അവരെ ശക്തിപ്പെടുത്തുകയാണ്. അങ്ങനെ സുസ്ഥിരപ്പെടുത്തിയാണ് നമ്മെ ദൈവം മുന്നോട്ട് നയിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം ദൈവത്തിൻ്റെ വിളി കേട്ട ആ നിമിഷം ഒരു പക്ഷേ നമ്മെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം, ഒരു പക്ഷേ പരിഹസിച്ചിട്ടുണ്ടാകാം. എന്നിലെ നന്മ, എൻ്റെ ഹൃദയം ആരും മനസ്സിലാക്കിയില്ലെന്ന് വന്നേക്കാം. എൻ്റെ ത്യാഗം, അതിൻ്റെ പിന്നിലുള്ള ദൈവികമായ പദ്ധതി ആരും തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് വന്നേക്കാം. ഒരു നിരപരാധിയെ പോലെ ചുറ്റുമുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തി വിമർശിച്ചു എന്ന് വന്നേക്കാം. അപ്പോഴെല്ലാം വിളിച്ചവൻ എൻ്റെ കൂടെയുണ്ടെന്നുള്ള ആഴമായ ബോധ്യമല്ലേ നമ്മെ ഇതുവരെയും നമ്മെ നയിച്ചത്? ഞാൻ ഓർക്കുന്നു, 1993 ഗലീലിയിൽ കളത്തിലച്ഛൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കൺവെൻഷൻ നടക്കുകയാണ്. അവിടെ ധ്യാനിപ്പിക്കാൻ വന്ന ഒരു സിസ്റ്റർ ഒരു സന്ദേശം എന്നോടും പറഞ്ഞു, ഇവിടെ അനേകായിരങ്ങൾ വന്ന് കൂടുന്നത് കാണുന്നു എന്ന്. അന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 1993 കളത്തിലച്ഛൻ്റെ അന്നത്തെ ശുശ്രൂഷ നേതൃത്വം നൽകിയിരിക്കുന്ന ആ ധ്യാന അവസരത്തിൽ രണ്ടാമത്തെ ദിവസം കൃത്യമായി ഞാൻ ഓർക്കുന്നു, വലിയ മഴയും അതുപോലെ തന്നെ വിഷവും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മൈക്കിലൂടെ കളത്തിലച്ഛൻ വിളിച്ചു പറഞ്ഞു, ശക്തമായി പ്രാർത്ഥിക്കുക, സ്തുതിച്ചു പ്രാർത്ഥിക്കാനായിട്ട്. അന്നൊന്നും ഞാൻ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടില്ല. എന്താണ് സ്തുതിപ്പെന്നോ എന്താണ് ദൈവത്തെ മറന്ന് സ്തുതിക്കേണ്ടതെന്നൊന്നും പഠിക്കാൻ അറിയില്ലാത്ത ഒരു ജീവിതമായിരുന്നു എൻ്റേത്. ഞാൻ മധ്യസ്ഥാനത്തിൽ ഓടിച്ചെന്നപ്പോൾ അവിടെ വലിയ തിക്കും തിരക്കും ബഹളമാണ്. ഞാൻ വിചാരിച്ചു, ഇതാണോ സ്തുതിപ്പൻ്റെ പ്രാർത്ഥന? ഇതാണോ? ഇതെന്താ ഇവിടെ കാണുന്നത്? ശബ്ദ കോലാഹലമാണ് കേൾക്കുന്നത്. ചിലർ പ്ലെയിൻ വരുന്ന സ്വരം ഉണ്ടാക്കുന്നു, ചിലർ കോഴി കൊക്കുന്ന സ്വരം ഉണ്ടാക്കുന്നു, ചിലർ അവസരങ്ങൾ ഉണ്ടാക്കുന്നു. പ്രിയപ്പെട്ടവരെ, എനിക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. കുറച്ചു നേരം ഞാൻ കഴിഞ്ഞു, ഞാനും കരങ്ങൾ ഉയർത്തി നിൽക്കുന്നുണ്ട്. കുറേ നേരം ഉയർത്തി കഴിഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉച്ചഭാഷ സ്വരം കേട്ടു.
മഴയെല്ലാം വളരെ നിസ്സാരമായി കടന്നുപോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചഭാഷ സ്വരം ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോഴും പ്രിയപ്പെട്ടവരെ, എൻ്റെ കരങ്ങൾ താഴ്ന്നിട്ടില്ലായിരുന്നു. അവരെല്ലാവരും സ്തുതിപ്പിനെ പ്രാർത്ഥന നിൽക്കുന്ന സമയത്ത് എൻ്റെ സ്തുതിപ്പിനെ പ്രാർത്ഥന ഉയരുന്നതാണ് കണ്ടത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നിലേക്ക് ഇറങ്ങി വന്ന സമയമായിരുന്നു എന്ന്. അന്ന് ഞാൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. നീ എന്തിനെ നിഷേധിച്ചു പറയുന്നുവോ അത് വരമായി കിട്ടുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ അഭിഷേകം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. വർദ്ധകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. സ്വരം പോരാ, പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തിനെ നിഷേധിച്ച് പറയുന്നുവോ അത് വരമായിട്ട് കിട്ടി, അത് അഭിഷേകമായി ഒഴുകുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി സന്നിധാനങ്ങളായിട്ട് ദൈവം നമ്മളെ മാറ്റുകയാണ്. അതാണ് എൻ്റെ ഒന്നാമത്തെ അനുഭവം. 1994 സന്തോഷ് ടി കുഞ്ഞുമക്കൾക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥന ഇന്ന് ഞാൻ ഓർക്കുന്നു. ഇന്ന് ക്രിസ്ത്യന് നേതൃത്വം നൽകുന്ന സന്തോഷിന് ഞാൻ സംസാരിക്കുകയുണ്ടായി. 94 ക്രിസ്ത്യൻ്റെ ആ സമ്മേളനം നടക്കുന്നത്. അവിടെ വെച്ചാണ് കുഞ്ഞുങ്ങളിലൂടെ മഹാത്ഭുതങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് ദൈവം എനിക്ക് നൽകിയത്. കുഞ്ഞുമക്കളെ കൊണ്ട് സാക്ഷി പറയിക്കുന്നു, അവർ കടന്നു വരുന്നു, അവരിലൂടെ ഒത്തിരിയേറെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നു. അങ്ങനെ ആരംഭിച്ചു. ഒരു വാടക കെട്ടിടത്തിൽ, ഒരു കൊച്ചു മുറിക്കകത്ത് ഒരു വാടക കെട്ടിടത്തിൽ, മരിയ വില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ജെറുസലം വചനകൂടാരത്തിൻ്റെ ആരംഭ നിമിഷം ഞാൻ ഓർത്തു പോവുകയാണ്. വെറും 7 പേരാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ 7 പേരും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ മുറി നിറച്ച ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമാകുമായിരുന്നേനെ. 3 ആഴ്ച കഴിയുമ്പോഴേക്കും ആ മുറി നിറഞ്ഞു. പിന്നെ പ്രാർത്ഥിച്ചു, കർത്താവേ കുറച്ച് കുഞ്ഞുമക്കളെ കൊണ്ടുതരണമേ. അവിടുത്തെ തലൂർ സ്കൂളിൽ നിന്നും കുട്ടികൾ പോകുമ്പോൾ ഞാൻ വരും, വാ മോനെ വാ. അവനെ ആ മുറിയിലേക്ക് വിളിച്ചു, അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു. അങ്ങനെ ഒരു മുറി നിറച്ചു കുഞ്ഞുങ്ങളായി. പിന്നീട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ കുറേ യുവജനങ്ങൾ തരണമേ. അങ്ങനെ 1-2 പേര് വന്നു, അവിടെ കൂട്ടുകാരെ വിളിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ഏകദേശം 2 മാസമാകുമ്പോഴേക്കും ആ വാടക കെട്ടിടം മുഴുവൻ കുഞ്ഞുങ്ങളും യുവാക്കന്മാരും നിറഞ്ഞു. അങ്ങനെ നാഷണൽ ഹൈവേയിലേക്ക് ടാർപ്പായ വിളിച്ചു കെട്ടി. അങ്ങനെ 1995 സെപ്റ്റംബർ മാസം 8-ാം തീയതി ദിവംഗതനായിരിക്കുന്ന മാർ ജോസഫ് കുണ്ടുകുളം പിതാവ് ജെറുസലം വചനകൂടാരത്തിന് അടിത്തറയിടുകയായിരുന്നു. ഇത് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തിയത്. ഇവിടെ ഇരിക്കുന്ന ചില ആളുകൾക്ക് വിചാരമുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഒരുക്കി തന്നാലാണ് ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന്. ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം ഒരുക്കി വെച്ച സംവിധാനങ്ങളോട് നമ്മൾ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മോട് പറയും, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്. എനിക്ക് വിലയുള്ളത് മുഴുവൻ ദൈവത്തിൻ്റെ തൃപ്പാദത്തിലേക്ക് കാഴ്ചവെച്ചാൽ, ഇന്നലെ നമ്മൾ കേട്ടതാണ്, വിലയുള്ളവന് കൊടുത്താൽ നമ്മളും വിലയുള്ളവരായി മാറും എന്ന് പറഞ്ഞത് കർമ്മയത്തി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ എന്തിനാണ് വില കൊടുക്കുന്നത്? വിലയുള്ളവന് കൊടുത്താൽ നമ്മളും വിലയുള്ളവരായി മാറും. നമ്മെ വലിയവരാക്കി തീർക്കാൻ, നമ്മെ വിലയുള്ളവരാക്കി മാറ്റാൻ, ദൈവസന്നിധിയിൽ ഒരു അഭിഷേകമാക്കി മാറ്റാൻ നമ്മെ വിളിക്കുമ്പോൾ പിന്മാറരുത് എന്നാണ് ഞങ്ങളോട് പറയുന്നത്. ഈ ഹാള് നിറയെ ആളുകളാണ് ഇരിക്കുന്നത്. കുറേ പേര് പരിചയമുള്ള മുഖങ്ങളെ ഞാൻ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. നമുക്കറിയാം, ഈശോ മത്തായിയുടെ സുവിശേഷം 16 കേസറിയ ഫിലിപ്പി ദേശത്തോട് കടന്നു പോകുമ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പലരും പറഞ്ഞു, പല വിധത്തിൽ പറഞ്ഞു. അപ്പോൾ പത്രോസ് വിളിച്ചു പറഞ്ഞു, നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു പറഞ്ഞു, യോനായുടെ പുത്രനായ ശമയോനെ, മാംസരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ്. എന്നിട്ട് പറഞ്ഞു, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും, നരകവാതിലുകൾ അതിന്മേൽ പ്രബലപ്പെടുകയില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ശിമയോൻ പത്രോസായി മാറിയ സമയമുണ്ട്, ശിമയോൻ ഉറച്ച പാറയായി മാറിയ സമയമുണ്ട്. നമ്മുടെ പഴയ മനുഷ്യൻ പുതിയ മനുഷ്യനായി തീരുന്ന നിമിഷമുണ്ട്.
ശിമയോൻ പത്രോസായി മാറിയ ആ ദൂരം നമ്മൾ തിരിച്ചറിയണം. ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യമായി ശുശ്രൂഷ ജീവിതത്തിൽ കടന്നു വന്ന ആ നിമിഷം മുതൽ ഈ സമയം വരെ ശിമയോനെ പത്രോസാക്കി മാറ്റിയ ആ കർത്താവ് നമ്മെയും ഉറച്ച പാറയാക്കി മാറ്റാൻ പോവുകയാണ്. നിന്നിലൂടെ ഒരു പുതിയ സംരംഭത്തിന് 2033 മഹാജൂബിലിക്ക് വേണ്ടി ആഗോള സഭ ഒരുങ്ങുമ്പോൾ ഒരു വലിയ സംഭവം, ഒരു വലിയ അഭിഷേകം, ഒരു വലിയ കൃപ നിന്നിലൂടെ മാത്രം പ്രവഹിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയതായിരിക്കുന്ന കൃപകൾ നീ എനിക്ക് പ്രിയപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാന്യനുമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവമായ കർത്താവ് നമ്മെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഒന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മൾ വിലയുള്ളവരാണ്. ഞാൻ പലപ്പോഴും ധ്യാനമന്ദിരത്തിൽ പറയാറുണ്ട്, വിലയുള്ളത് വിലയുള്ളവന് കൊടുക്കുക. ബത്തേമ്യൂസ് ചെയ്ത അപ്രകാരമാണ്. അവന് വിലയുണ്ടായ ആ പുറംകുപ്പായം അത് മുഴുവനായിട്ട് കൊടുത്തു എന്നുള്ളതാണ്. ഒരു പ്രേക്ഷിതൻ, ഒരു ശുശ്രൂഷകൻ അഭിഷേകത്തിൻ്റെ നിലവാരത്തിലേക്ക് ഉയരണമെങ്കിൽ സമ്പൂർണമായൊരു സമർപ്പണം തയ്യാറാകുമ്പോഴാണ് ദൈവം അവനെ അഭിഷേകത്തിൻ്റെ മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്, അസാധാരണമായൊരു ദൗത്യം ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നാം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. സാധാരണ ദൗത്യമല്ല. നമുക്കൊക്കെ അഭിഷേകമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു അസാധാരണമായ ദൗത്യം ഈ കാലഘട്ടത്തിൽ എന്നിലൂടെ മാത്രം, എൻ്റെ സഭയിലൂടെ മാത്രം, എൻ്റെ ധ്യാനമന്ദിരത്തിൽ മാത്രം, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെ മാത്രം, എൻ്റെ ഇടവയുടെ മാത്രം ചെയ്യാനായിട്ടുണ്ട് എന്നുള്ള ശക്തമായ സന്ദേശമാണ് ഇന്നലെ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നത്. എന്താണ് ഈ അസാധാരണമായ ദൗത്യം എന്ന് പറയുന്നത്? സഭയെ പടുത്തുയർത്തുക എന്നുള്ളതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. തിരുസഭയെ പടുത്തുയർത്തുക എന്നുള്ളതാണ്. പലവിധ ശുശ്രൂഷകളിലൂടെ, രോഗശാന്തി ശുശ്രൂഷകളിലൂടെ, പൈശാചികമായ ബന്ധനങ്ങളെ അകറ്റുന്നതിലൂടെ, പലവിധ ശുശ്രൂഷകളിലൂടെ സഭയെ പടുത്തുയർത്തുക. സഭയെ പടുത്തുയർത്തി ആത്മാക്കളെ നേടുക എന്നുള്ളതാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ സ്തുതിപ്പിന്റെ പ്രാർത്ഥന നടന്ന അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു, ആത്മാക്കളെ നേടുക. വിശുദ്ധനായ സാബാസ് പറയുകയാണ്, നശിച്ചുപോയ ഒരാത്മാവിനെ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന് അവനെ ദൈവത്തിന് ഏൽപ്പിച്ചാൽ അവൻ്റെ പേര് ആയുസ്സിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ മായ്ച്ചു കളയുകയില്ല. നശിച്ചുപോയ ഒരാത്മാവിനെ, ഒരു കുടുംബത്തെ വീണ്ടും പ്രാർത്ഥന കൊണ്ട്, ത്യാഗം കൊണ്ട്, ഉപവാസം കൊണ്ട് തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന് യേശുവിനെ ഏൽപ്പിച്ചാൽ അവൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയുകയില്ല. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, സ്വരമുയർത്തി പ്രൈസ് ദി ലോർഡ്, അഭിഷേകത്തോടെ പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എത്രയോ ആത്മാക്കളെ നേടിയിട്ടുള്ളവരാണ്. എത്രയോ പ്രാവശ്യങ്ങൾ തകർന്നുപോയ ജീവിതങ്ങളെ നേടിക്കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതിന് ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച്, സമയം കൊടുത്ത് പ്രാർത്ഥിച്ച്, മനസ്സ് കൊടുത്ത് പ്രാർത്ഥിച്ച്, കൃപ കൊണ്ട് നിറഞ്ഞ കൃപയുടെ നിറകുടങ്ങൾ ഈ ഹാളിൽ ഇരിക്കുന്നുണ്ട്. വചനം പറയുന്നു, പുറപ്പാടിന്റെ പുസ്തകം 20:24, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുന്നിടത്തെല്ലാം ഞാൻ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ അനുഗ്രഹിക്കുമെന്ന്. പുറപ്പാട് 20:24, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുന്നിടത്തെല്ലാം. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നുണ്ടോ, ആരൊക്കെ ദൈവത്തിൻ്റെ വചനം ജീവിക്കുന്നുണ്ടോ, ആരൊക്കെ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി വില കൊടുക്കുന്നുണ്ടോ, അവരോടാണ് വചനം പറയുന്നത്, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുന്നിടത്തെല്ലാം ഞാൻ അവിടെ അടുത്തേക്ക് വന്ന് അവരെ അനുഗ്രഹിക്കുമെന്ന്. എത്ര അനുഭവങ്ങളാണ് ഓരോ ജീവിതങ്ങളെ നേടിയെടുത്തപ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് തന്നത്. ഇന്നത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, സുവിശേഷ തീഷ്ണതയില്ലാതെ സഭയ്ക്ക് നന്മ ചെയ്യാൻ സാധ്യമല്ല.
സുവിശേഷ തീഷ്ണതയില്ലാതെ സഭയ്ക്ക് ഒരാൾക്കും നന്മ ചെയ്യാൻ സാധ്യമല്ല. നല്ല തീഷ്ണത വേണം. ഉണ്ടും ഉറങ്ങിയും സെക്സ് ചെയ്ത് ജീവിക്കുന്നവർക്ക് ദൈവിക വേലയിൽ വ്യാപൃതമാകാൻ പറ്റില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞാൽ. ഉണ്ടും ഉറങ്ങി ഇങ്ങനെ കിടക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ സുവിശേഷ വേലയിൽ തീഷ്ണതയുണ്ടാകണം. അവിടെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അതിരാവിലെ ഭൂരിഭാഗം ആളുകൾ ഇവിടെ സ്തുതിപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ജപമാലയുടെയും ജപമണികളും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒത്തിരിയേറെ സന്തോഷദായകമാണ്. ഞാൻ വിശ്വസിക്കുകയാണ്, കരങ്ങളിൽ ജപമാല എടുക്കുമ്പോൾ അതൊരു ആയുധമാണ്. കഴുത്തിൽ ജപമാല അണിയുമ്പോൾ അതൊരു ആഭരണമാണ്. കൈകളിലും കഴുത്തിലും ജപമാല ധരിച്ചുകൊണ്ട് തിന്മയ്ക്ക് അടിമപ്പെടാതെ സഭയെ പടുത്തുയർത്താൻ വേണ്ടി ഓരോ പ്രഭാതങ്ങളിലും എത്രയോ ഭവനങ്ങളിൽ, എത്രയോ മുറികളിൽ മുട്ടൂത്തി പ്രാർത്ഥിക്കുന്ന അനേകായിരം ശുശ്രൂഷകരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ജെറുസലേം വചന കൂടാരത്തിൽ 21 വർഷക്കാലമായി ഞാൻ അവിടെ ആയിരിക്കുന്നു. 8.5 കോടിയിലധികം ജനം അവിടെ കടന്നു വന്ന് പോയിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ വെളിച്ചം എത്തിയിട്ടില്ലാത്ത അനേക രാജ്യങ്ങൾ ഇനിയും ഉണ്ട് എന്ന് തിരിച്ചറിയുകയാണ്. തിന്മയുടെ ആധിപത്യമുള്ള അനേക രാഷ്ട്രങ്ങളുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളും ഇടവകകളും ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ആത്മാവിൻ്റെ വിശപ്പ് അനുഭവിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികൾ, ജീവിതങ്ങൾ, മനുഷ്യർ ലോകത്തിൽ ഉണ്ടെന്ന് തിരിച്ചറിയാണ്. ഇവർക്കൊക്കെ വേണ്ടി ഒരു അസാധാരണമായ ദൗത്യം ഏറ്റെടുക്കാൻ എത്ര പേർ തയ്യാറുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷം 4:4 യേശുവിൻ്റെ പ്രലോഭനമാണത്. മരുഭൂമിയിലെ പരീക്ഷയാണിത്. പ്രലോഭകൻ വന്ന് യേശുവിനോട് പറഞ്ഞു, ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറയും. പിശാചിനറിയാം നമ്മുടെ ഏറ്റവും വലിയ ബിഗ് പോയിന്റുകളൊക്കെ. യേശുവിൻ്റെ പക്കലേക്ക് പരീക്ഷിക്കാൻ വരികയാണ്, ഈ കല്ലുകളോട് അപ്പമാകാൻ പറയാനായിട്ട്. അപ്പോൾ യേശു പറഞ്ഞല്ലേ, മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പൊഴിയുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. മുട്ടുകുത്തിക്കുന്ന വിധം കണ്ടോ? ഞാനിവിടെ തിരിച്ചറിയുന്നത്, യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് വിശപ്പിൽ നിന്നാണ്. യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് വിശപ്പിൽ നിന്നാണ്. യേശുവിൻ്റെ പരസ്യ ജീവിതം അവസാനിക്കുന്നതോ ദാഹത്തിൽ നിന്നാണ്. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, പിതാവേ എനിക്ക് ദാഹിക്കുന്നു എന്ന്. യേശുവിൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് വിശപ്പിൽ നിന്നും, യേശുവിൻ്റെ പരസ്യ ജീവിതം അവസാനിക്കുന്നത് ദാഹത്തിൽ നിന്നാണ്. ഇന്ന് ആത്മാവിൽ നിറഞ്ഞ് എളിയവനായ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നമുക്ക് വചനത്തിന് വേണ്ടിയിട്ടുള്ളൊരു വിശപ്പും ദാഹവും ഉണ്ടോ? ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വിശപ്പും ദാഹവും ഉണ്ടോ? വചനത്തിന് വേണ്ടി വിശപ്പും ദാഹവും ഉണ്ടായാൽ, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഉണ്ടായാൽ, പുതിയ പുതിയ കാര്യങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. പലപ്പോഴും എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, പടത്തച്ച എങ്ങനെ ഈ കാര്യങ്ങൾക്ക് നടക്കണേ, എങ്ങനെ ഈ കാര്യങ്ങൾക്ക് തുടങ്ങണേ എന്ന്. ഞാൻ ഓർക്കുകയാണ്, 16 വർഷങ്ങൾക്കപ്പുറത്ത് അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറേ കുഞ്ഞുമക്കളെ കാണിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, 1994 കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയ്ക്കുള്ള പ്രചോദനം കിട്ടിയെങ്കിലും 16 വർഷങ്ങൾക്കപ്പുറത്ത് കുറേ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാണ്. എന്തിനാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ അനൗൺസ് ചെയ്തു, ജെറൂസലേമിൽ ബൈബിൾ ഗ്രാമം ആരംഭിക്കുന്നു. 2.5 വയസ്സ് തുടങ്ങി 3.5 വയസ്സുള്ള കുഞ്ഞുങ്ങളെയാണ് കാണിച്ചത്. നിഷ്കളങ്കതയുടെ പര്യായങ്ങളായ കുഞ്ഞുമക്കൾ. അങ്ങനെ ഒരു ചെറിയ പനമ്പ് മറയ്ക്കകത്ത് ആദ്യത്തെ ബാച്ച് 16 കുട്ടികളാണ് ഉണ്ടായത്. ഞങ്ങൾക്കറിയില്ല കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്. അവരുടെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴാണ് കർത്താവ് പറഞ്ഞു തരികയായിരുന്നു. അങ്ങനെ ഓരോ വർഷം തോറും ബൈബിൾ ഗ്രാമിലെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഇന്ന് 782 കുഞ്ഞുങ്ങൾ അവിടുന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അതിലത്തെ
ആദ്യത്തെ ബാച്ചിൽ നിന്ന് 2 സെമിനാരിയിലും ഒരു കോൺവെൻറ്റിലേക്കും ഒരു കുഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അവരെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ഇന്ന് FCC കോൺഗ്രിഗേഷനിലെ ഒരു സിസ്റ്ററുമായി. ഇതാണ് തിരുസഭയ്ക്ക് ഞങ്ങൾ നൽകിയ സമ്മാനം. പലവിധ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഓരോ കോൺഗ്രിഗേഷനിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ബൈബിൾ ഗ്രാമം ആരംഭിക്കട്ടെ. വിവിധങ്ങളായ രാജ്യങ്ങളിൽ കടന്നു വന്ന മക്കൾ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ രാജ്യത്ത് 2.5 വയസ്സിനും 3.5 വയസ്സിനും ഇടയ്ക്കുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ എടുക്കുക. ശൈശവത്തിൽ നടക്കേണ്ട വഴി പഠിപ്പിച്ചാൽ അവർ വാർദ്ധക്യത്തിനും ഫലം ചൂടി നിൽക്കും. ഞാൻ ആഗ്രഹിക്കുകയാണ് ഓരോ പ്രോവിൻസിലും ഒരു ബൈബിൾ ഗ്രാമം ആരംഭിക്കട്ടെ എന്ന്. ബൈബിൾ നഴ്സറി എന്നല്ല പറയുന്നത്, ബൈബിൾ ഗ്രാമം. ഞങ്ങൾ കൺവെൻഷനൊക്കെ നടക്കുന്ന സമയങ്ങളിൽ അവസാനത്തെ ദിവസം ഈ കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. പല സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ വാവിട്ട് കരയുന്ന കണ്ടിട്ടുണ്ട്. ചില കുഞ്ഞുങ്ങളൊക്കെ വചനം പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ട് വചന പഠന പരിശീലനമാണ് അവർക്ക് നൽകുന്നത്. വചനത്തിൻ്റെ ആഴങ്ങൾക്ക് കടന്നു പോകുക. പ്രിയപ്പെട്ടവരെ, കർത്താവ് എനിക്ക് തന്ന വെളിപ്പെടുത്തിയതാണ്, കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല, വിശ്വാസത്തിൻ്റെ വേരിൽ വളം വെച്ചാൽ അവർ ഫലം പുറപ്പെടുവിക്കും. കതിരിന്മേൽ നമ്മൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടവരും മാനസാന്തര ഫലം പുറപ്പെടുവിക്കുന്നവരൊക്കെ ആയിരിക്കാം. പക്ഷെ ദൈവം എനിക്ക് തന്ന വെളിപ്പെടുത്തൽ വിശ്വാസത്തിൻ്റെ വേരിൽ വളം വെച്ചു കൊടുക്കണം. അപ്പോഴാണ് ആ കുഞ്ഞുങ്ങളാണ് സഭയ്ക്ക് അസാധാരണമായ ദൗത്യം ഏറ്റെടുക്കാനായിട്ട്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അക്ഷീണം എത്തിക്കാൻ വേണ്ടിയിട്ട്, ആത്മാവ് കൊണ്ട് നിറയാനായിട്ട്, കൃപ കൊണ്ട് നിറഞ്ഞ ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തന്ന ആ ശുശ്രൂഷ 17 വർഷം, ഇപ്പോൾ അതിനകത്ത് 67 കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത്. അവിടെ താമസമുള്ള ധ്യാനത്തിൽ ഈ കുഞ്ഞുങ്ങൾ അരമണിക്കൂർ വന്ന് അവരുടെ വചനങ്ങളും ശുശ്രൂഷ നടത്തി പോകുമ്പോൾ ഒരിക്കൽ ഒരു അപ്പച്ചൻ വന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ട്, എൻ്റെ അച്ഛാ സഹിക്കാൻ പറ്റില്ല, വലിയ വലിയ വചനപ്രഘോഷ പറഞ്ഞതിനേക്കാൾ ഉപരിയായിട്ട് ആ കുഞ്ഞിൻ്റെ അധരത്തിൽ നിന്ന് വചനം പൊട്ടി പുറപ്പെട്ടപ്പോൾ എൻ്റെ ഹൃദയത്തെ തുളച്ചു കയറി. എൻ്റെ ചില ദുശീലങ്ങൾ വിട്ടുപോകാൻ പ്രേരണ കിട്ടി. എൻ്റെ രഹസ്യ പാപങ്ങളിൽ വിടുതൽ കിട്ടാൻ ആ കുഞ്ഞിൻ്റെ വചനം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഞങ്ങൾക്കൊന്നും കിട്ടാത്തത് ഈ കുഞ്ഞുങ്ങളിലൂടെ കിട്ടുന്ന കണ്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന്.